സോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, എന്നും ചെയ്യുന്ന കണ്ടൻസും കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു ഇവൻറ്റ്, അതായത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇവൻറ്റും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇമോട്ടിൻ്റെ ആയിട്ടൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇമോട്ടിൻ്റെ പേര് എന്താ, ഇമോട്ട് റോയൽ അങ്ങനെ എന്തോ പറയുന്നൊരു പേരാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഇമോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഇമോട്ടും, പിന്നെ നമ്മുടെ ആ ഒരു 100 രൂപ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്ന റിമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കോട്ടും ഫ്രണ്ടിലോട്ടും നടക്കുന്ന റിമോട്ട്, ആ റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് എനിക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ലക്കി റോയലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെറും 300 ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്പിന്നിങ് കാര്യം നമ്മൾ നോക്കാൻ പോകും, ഇമോട്ട് റോയലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ചെയർ ഇമോട്ടും ഈ ഒരു ഇമോട്ടും അതുപോലെ നമ്മൾ ഈ ഒരു ചെയർ ഇമോട്ടും, എനിക്കിത് ഏതെങ്കിലും ഒന്നാണ് വേണ്ടത്. ഏതെങ്കിലും എന്തായാലും നമ്മൾ എടുക്കുകയും ചെയ്യും. പിന്നെ ഒരു കിടക്കുന്ന റിമോട്ട്, ഒരു ബെഡ് ഇമോട്ടാണ്, അത് വലിയ മെച്ചമില്ല. പക്ഷേ എനിക്ക് ഈ 2 ഇമോട്ടാണ് എനിക്ക് ഇഷ്ടം. ഏറ്റവും ഇഷ്ടം നമ്മൾ ഈ ചെയർ ഇമോട്ടാണ്. നമ്മൾ ഈ രാജാവിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടും നമുക്ക് ഈ റിമോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്. രാജാവ് ഞാൻ ആയിട്ടില്ല, അപ്പോൾ എനിക്ക് ആ ഫീൽ അറിയത്തില്ല. ബട്ട് എന്നാൽ നമുക്കൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റിമോട്ടും കാര്യം നമ്മൾ എടുക്കാൻ പോകാം. നമുക്ക് ഇനി ഏതായാലും സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടില്ലെന്ന് അറിയത്തില്ല, ഏതിലൊക്കെ ഒന്ന് കിട്ടണമല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ആദ്യം ഒറ്റ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 20ൻ്റെ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. കിട്ടില്ലെന്നൊന്നും അറിയത്തില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫസ്റ്റ് സ്പിന്നിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ക്രൈറ്റാണ് കിട്ടിയേക്കുന്നത്, നമ്മുടെ ഒരു പിസ്റ്റലിൻ്റെ ഒരു ക്രൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്പിന്നിങ് കാര്യങ്ങൾ നോക്കി നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 200 സ്പിന്ന് ചെയ്താലോ എന്നുണ്ട്, പിന്നെ ഒറ്റയടിക്ക് നമ്മൾ കളയണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ എല്ലാ ഇമോട്ടും ജസ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ നമുക്കൊരു പാൻറ്റാണ് കിട്ടിയേക്കുന്നത്. ഏതാ പാൻറ്റ് എന്ന് അറിയത്തില്ല, എന്തായാലും നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു പാൻറ്റാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് നേരെ ആ ഒരു ചെയർ ഇമോട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. 20ൻ്റെ സ്പിന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് എന്തൊരു കളറ് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ബട്ട് അതും കിട്ടിയില്ല. ബോൺഫയർ എന്തോ തോന്നുന്നത്. വേറെ നമുക്കൊരു 30 ലക്കം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതിൽ നിന്ന് 3 ലക്കം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് ഗൈസ് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എടുത്തതാട്ടോ. അത് എങ്ങനെയാണ് സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല, നമ്മൾ ടോപ്പും കാര്യങ്ങളായിട്ട് ചെയ്തതല്ല. അപ്പോൾ നമുക്ക് നേരെ ഒരു സ്പിന്നും കൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കിട്ടും നോക്കുകയാണെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. അതിലൊരു ഷർട്ടാണ് കിട്ടിയേക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്നും അല്ലെങ്കിലും കയറിയാൽ തരുന്നില്ല ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് സ്പിന്നും കൂടി ചെയ്ത് നോക്കാം, എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. നേരെ സ്പിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് വരും എന്ത് കിട്ടും ഗൈസ്. അപ്പോൾ അതിൽ എന്തോ ഉണ്ട്, ഒരു 20ൻ്റെ സ്പിന്നായി ചെയ്തിരുന്നത്, 200 സ്പിന്നാണ്. കൺഗ്രാജുലേഷൻ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, എന്ത് സംഭവം ഒന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് ഗൈസ് മൊത്തം ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ 200ൻ്റെ സ്പിന്ന് ചെയ്യുകയും ചെയ്ത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആകെ 21 ഡയമണ്ടും കാര്യങ്ങളേ ഉള്ളൂ ആകെ ഉള്ളത്. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നായതുകൊണ്ട് നമ്മൾ എന്തായാലും ടോപ്പും കാര്യങ്ങളും ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊരു സ്പിന്നും കൂടെ ചെയ്ത് നോക്കാം. ഇതിൽ കിട്ടിയിട്ടില്ല നമുക്ക് എന്തെങ്കിലും ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ലെവലിലാണ്. അപ്പോൾ എന്തായാലും കേസ് നമുക്കൊരു സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. 200 സ്പിൻ ചെയ്യാൻ നോക്കി, ബട്ട് ടോപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സിംഗിൾ സ്പിന്നും കാര്യങ്ങളൊക്കെ നേരെ നമ്മൾ ടാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അധികം ടാപ്പ് ചെയ്ത് നേരെ സിംഗിൾ സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്ത്, ബട്ട് അതിലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അതിലും കിട്ടിയില്ല, നമ്മുടെ ഗരീനെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു മിഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. 16 ലക്കായി, ടോട്ടൽ 50 ലക്കേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടാൻ ചാൻസ് കൂടുതലാണ്, ബട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡയമണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും സ്പിന്നും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഡയമണ്ടും കാര്യങ്ങളൊന്നും എടുക്കണേ നമുക്ക് ടോപ്പപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ കാശോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ ടോപ്പപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതൊരു ഡ്രോപ്പ് വന്ന സമയത്ത് ഞാൻ എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ ആ ഒരു ടോപ്പും കാര്യങ്ങളും ചെയ്ത് കളിക്കാതിരിക്കുക. മാക്സിമം കളിക്കാതിരിക്കുന്നതിന് നല്ലത്. ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ചിലവാക്കുക കാരണം ഭയങ്കര മോശമുള്ള കാര്യമാണ്. അത് കുറച്ച് ഒരു ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫണ്ടും കാര്യങ്ങളൊക്കെ വെറുതെ ചിലവാക്കിയതാണെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ചിലവാക്കിയത് വെറുതെ ചിലവാക്കിയതാണ്, ഒരു കണ്ടൻറ്റിന് വേണ്ടി ചിലവാക്കിയതാണ്. ഞാനൊരു മണ്ടത്തരം കാട്ടി. നിങ്ങളിതുപോലെ ചെയ്യാതിരിക്കുക, മാക്സിമം എല്ലാവരും ടോപ്പും കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇതിൽ മികച്ച വീട്ടിൽ നമ്മൾ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും.